പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാത് ദിവസത്തിൽ അന്നത്തെ ദോഷം മതി. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു വാമൊഴിയായി നമ്മോട് പറയുകയാണ്, ആദ്യം അവൻ്റെ നീതി അന്വേഷിപ്പീൻ, ദൈവത്തിന് മുൻഗണന കൊടുപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് ഏറ്റവും വലുത്. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മൾ മുൻഗണന കൊടുക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തിത്തരുമെന്നാണ് ദൈവം നമുക്ക് പറയുന്നത്. മുമ്പേ അവൻ്റെ രാജ്യത്തിന് അവൻ്റെ രാജ്യത്തിന് നമ്മൾ മുൻഗണന കൊടുക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിലുള്ള ഭക്ഷണം, വസ്ത്രം, നമ്മുടെ ഭാവി എന്നുള്ളതിൽ ഉപരിയായി ദൈവത്തിന് വേണം നമ്മൾ മുൻഗണന കൊടുക്കുവാൻ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. അത് നമ്മൾ വിചാരിക്കുന്ന എന്തിനാണ്? ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ തിന്നുന്നില്ല, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയ്ക്കൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല. യേശു കർത്താവ് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലെ പറവയെ നോക്കൂ, കാക്കകളെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്വനായ പിതാവ് അവയൊക്കെയും പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലോ. ആ പറവുകളെക്കാൾ നമ്മൾ വളരെ വിശേഷമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നാളത്തെ ദിവസത്തെപ്പറ്റി നമ്മൾ ആരും ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് അത് തരുമെന്ന് യേശു കർത്താവ് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. വിചാരപ്പെടുന്നതിനാൽ നമ്മൾ അതിനെപ്പറ്റി വിചാരപ്പെട്ടാൽ എന്താണ്? നമുക്ക് ഒരു മുഴം നീളം കൂട്ടുവാനോ ഒരു മുഴം നീളം കുറയ്ക്കുവാനോ നമുക്ക് കഴിയുകയില്ല. അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ രാജ്യത്തിന്, അവൻ്റെ പ്രവൃത്തികൾക്ക്, അവൻ്റെ വചനത്തിന് നമ്മൾ മുൻഗണന കൊടുക്കുക. നമ്മൾ അവൻ്റെ വചനത്തിന് മുൻഗണന കൊടുത്താൽ ദൈവം നമ്മുടെ കാര്യം നോക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിന് മുൻഗണന കൊടുക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ. നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കണം. സുപ്രഭാതത്തിൽ എഴുന്ന് അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണമെന്ന് ദൈവം യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് സങ്കീർത്തനം 37-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടില്ല. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ബാലനായിരുന്നു, ഹല്ലേലൂയ, ഞാൻ വൃദ്ധനായി തീർന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെപ്പോഴും നീതിയോടെ നമ്മൾ ജീവിക്കണം. നീതിയോടെ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് പറയുകയാണ്, ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ ഞാൻ വളരെ ബാലനായിരുന്നപ്പോൾ രാജാവായ ആളാണ്. 40 വർഷം ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന എന്ന് പറയുകയാണ്, ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനായി തീർന്നു. അതുകൊണ്ട് നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നീതിയോടെ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് നീതിയോടെ ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ദൈവത്തിന് മുൻഗണന നമ്മൾ കൊടുക്കുന്നു എങ്കിൽ ദൈവം നമ്മളെ നോക്കുവാൻ അവൻ ശക്തനാണ്. അവൻ നമ്മെ വഴി നടത്തുമെന്ന്
എന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഫിലിപ്പി ലേഖനം 4:19 പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തുവരും. അതിൽ എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ഉണ്ടല്ലോ, ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ദൈവം എങ്ങനെയാണ്, ദൈവം തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, തൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം തൻ്റെ ധനത്തിനൊത്തവണ്ണവും ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ നമുക്ക് പൂർണ്ണമായി തൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ധനം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ധനം, ഹല്ലേലൂയ, അതിൻ്റെ ഈ സൃഷ്ടിയെ മൊത്തം സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. രാജാവിൻ്റെ ഹൃദയത്തെ നീർത്തോടുകളാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, അവൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് സമൃദ്ധി തരുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ് ഇരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് മുൻഗണന കൊടുക്കുക, ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് ആരാധിച്ച്, അവനെ സ്തുതിച്ച് ഒന്ന് ജീവിതം തുടങ്ങിയേ ആ ദിവസം നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിരിക്കണം മുൻഗണന. അങ്ങനെ മുൻഗണന കൊടുക്കുന്നവന് ദൈവം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. കാക്കയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയ്ക്കൽ സൂക്ഷിച്ചു വെക്കുന്നില്ല, എങ്കിലും ഒരു കാക്കയും ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിക്കുന്നില്ല. കാക്കയ്ക്ക് ദൈവം വെള്ളം കൊടുക്കുന്നു, കാക്കയ്ക്ക് ദൈവം ഭക്ഷണം കൊടുക്കുന്നു. കരയുന്ന കാക്കക്കുഞ്ഞിനേക്കാൾ നമ്മൾ എത്രയോ ശ്രേഷ്ഠരാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ താമരയെ നോക്കുവിൻ, ഈ താമര പോലും, ഹല്ലേലൂയ, ശലോമോൻ തൻ്റെ സർവ്വമഹത്വത്തിലും ഈ താമരയുടെ അത്രയും ഒരുങ്ങിയിട്ടില്ല. ഈ താമരയെ അത്രയും ദൈവം മനോഹരമാക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ദൈവം എത്രയോ മനോഹരമാക്കും. അത് നമുക്ക് കൊലോസ്യ ലേഖനം 3:1 എന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. നമ്മൾ വിശ്വാസ സ്നാനമേറ്റ് ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് നമ്മൾ ക്രൂശിക്കപ്പെട്ട യേശു നമുക്ക് വേണ്ടി മരിച്ചു. ആ കാൽവരിയിലുണ്ടല്ലോ, നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ രക്തം ചിന്തിയ ആ യേശു ഉണ്ടല്ലോ, ആ യേശുവിൻ്റെ രക്തം, ഹല്ലേലൂയ, ധാരധാരിയായി ഒഴുകി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് സമാധാനം തരുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം, ഞാൻ എൻ്റെ നിത്യസമാധാനം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ പാപങ്ങളെ ഞാൻ വഹിച്ച് ഞാൻ ക്രൂശിന്മേൽ പരമയാഗമായി തീർന്നു. എൻ്റെ രക്തം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി എത്തുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾക്ക് സമാധാനം കിട്ടുകയാണ്. യേശു പറയുകയാണ്, ഞാൻ ഹല്ലേലൂയ, നമ്മൾ വിശ്വാസ സ്നാനമേറ്റ് ഉയർത്തെഴുന്നേറ്റ നമ്മളുണ്ടല്ലോ, നമ്മൾ ക്രിസ്തു യേശു ഉയരത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അവൻ നമ്മുടെ യേശു പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗം തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളത് അല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊലോസ്യർക്ക് താൻ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ ലോകത്തിലുള്ള ഇന്ന് ഉണ്ടായി നാളെ നശിച്ചു പോകുന്ന ഈ ഉടുപ്പിനെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ദൈവരാജ്യത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ആ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ഹല്ലേലൂയ, എന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നിത്യമായ ശാന്തിയാണ്, അത് നിത്യമായ സമാധാനമാണ്, അത് ദൈവത്തോടു കൂടിയുള്ള വാസമാണ്. സാറാപ്പോൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, ഹല്ലേലൂയ, രണ്ടുകൊണ്ട് മുഖം മൂടി ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വഹിച്ച് ദിവസം പ്രതി ദൈവത്തെ നമ്മൾ ആരാധിച്ച് അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി ജീവിക്കുന്നുവെങ്കിൽ
നമ്മുടെ കാര്യം ദൈവം നടത്തും. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് തരുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ വ്യാജം പറയുകയുമില്ല, അനുദപിക്കുകയുമില്ല. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാ ദിവസത്തിന് അന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ രാജ്യവും നീതിയും നമ്മൾ ആദ്യം അന്വേഷിപ്പീൻ. അതോടെ നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമുള്ള ഉടുപ്പ്, വസ്ത്രം, ഹല്ലേലൂയ, പാർപ്പിടം, ജോലി, നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ദൈവം നമുക്ക് തരുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് അവൻ്റെ രാജ്യമാണ്. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുവെങ്കിൽ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ, ആദ്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ, കിടക്കുന്നതിന് മുമ്പ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ, നിന്റെ കാര്യം ദൈവം നോക്കുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്, പ്രോമിസ് ചെയ്യുകയാണ്. ദാവീദിൻ്റെ ജീവിതയാത്രയിൽ ദാവീദ് അത് രുചിച്ചറിയുകയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അത് രുചിച്ചറിഞ്ഞ വ്യക്തിയാണ് ദാവീദ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനത് രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്, ഈ ദൈവത്തിനാണ് ഞാൻ മുൻഗണന. താൻ വലിയ കപ്പൽ പ്രമാണിയായിരുന്നു, വളരെ ധനികനായിരുന്നു, വളരെ ജ്ഞാനിയാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മുൻഗണന കൊടുത്തപ്പോൾ അവർ സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. സ്വർഗീയ ദർശനങ്ങളെ കണ്ടപ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പും ചവറുമായി അവൻ എണ്ണി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് നമ്മൾ മുൻഗണന കൊടുത്ത് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തുമെന്ന് പിതാവായ ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.